വീണ്ടും ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ ഗസയിലേക്ക് ആക്രമണം നടത്തിയ ശേഷം, അതും ഭക്ഷണം കാത്തു നിൽക്കുന്ന കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷം ഞങ്ങളുടെ മിസൈലിന് ലക്ഷ്യം തെറ്റിയതാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഗസയിൽ വീണ്ടും കുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഖത്തറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിലെ ആക്രമണം കുറയുന്നതിൻ്റെ ലക്ഷണം ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2025 ജൂലൈ 20 വടക്കൻ ഗസയിൽ ഇസ്രായേലി ഷെല്ലാക്രമണത്തിൽ UN ദുരിതാശ്വാസ സാമഗ്രികൾക്കായി കാത്തിരുന്ന 67 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഗാസ ആരോഗ്യ മന്ത്രാലയം സംഭവം സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ സ്ത്രീകളിലും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മരണസംഖ്യ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഇവർ എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പറയുന്നത്, അപകടഭീതി കാരണം ഞങ്ങളുടെ സൈനികർ മുന്നറിയിപ്പ് എന്ന നിലയിലാണ് വെടിയുതിർത്തത്. സഹായവുമായി എത്തിയ ട്രക്കുകൾ ലക്ഷ്യമിട്ടല്ല ആക്രമണം നടത്തിയതെന്ന് സൈന്യം അവകാശപ്പെടുന്നു. കൂടാതെ മരണസംഖ്യയും ഇവർ പെരുപ്പിച്ച് കാണിക്കുകയാണെന്ന് പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായിട്ടുള്ള WFP പറയുന്നത്, ഞങ്ങളുടെ 25 ട്രക്കുകളുടെ വാഹനവ്യൂഹം ഗസയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനക്കൂട്ടം അതിനെ ആക്രമിച്ചു. ആ സമയത്ത് വെടിവയ്പ് നടന്നു. മറുവശത്ത് ഗസയിൽ താമസിക്കുന്ന ആളുകൾ പറഞ്ഞു, ഇപ്പോൾ മാവ് പോലുള്ള അടിസ്ഥാന വസ്തുക്കൾ ലഭിക്കുന്നത് അസാധ്യമായിരിക്കുന്നു. ഗാസയിലെ ഒരു കത്തോലിക്ക പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ പോപ്പ് ലിയോ അപലപിക്കുകയും ചെയ്തു. അതിൽ 3 പേർ കൊല്ലപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗാസ ക്ഷാമത്തിൻ്റെ വക്കിലാണെന്ന് ഐക്യരാഷ്ട്രസഭയും ഗാസ ആരോഗ്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെ 71 കുട്ടികളാണ് പോഷകാഹാരക്കുറവ് മൂലം മരിച്ചിരിക്കുന്നത്. 60,000 പേർ പോഷകാഹാരക്കുറവിൻ്റെ ലക്ഷണങ്ങൾ അനുഭവിക്കുന്നു. ഈ 60,000 പേരും ഏത് നിമിഷം വേണമെങ്കിലും മരണത്തിലേക്ക് നീങ്ങാമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 18 പേരാണ് പട്ടിണി മൂലം അവിടെ മരിച്ചത്. ഞായറാഴ്ച ഗാസയിലെ ദൈർ അൽ ബലായിൽ സൈന്യം ലഘുലേഖകൾ വിതരണം ചെയ്തു. പ്രദേശം വിട്ടുപോകാനാണ് ഈ ലഘുലേഖകൾ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് അപൂർണമാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.